നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ സന്ത്രാഗച്ചി എന്നൊരു സ്റ്റേഷന് മുന്നിലാണ്. നമ്മളിവിടുന്ന് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്ന 2 ട്രെയിൻ പിടിച്ചാണ്. സന്ത്രാഗച്ചി, ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റും പിന്നെ ധൻബാദ് ആലപ്പുഴയും. ഈ 2 ട്രെയിൻ പിടിച്ചാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. എൻ്റെ ദൈവം, ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്തോരോ ആൾക്കാരാന്ന് നോക്കിയേ. ഇപ്പം മറ്റേ ഗുരുദേവ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഗുരുദേവ് വന്നിറങ്ങിയിട്ട് അതിന് വന്നിറങ്ങിയ അതിഥി തൊഴിലാളികൾ ഇവിടെ എല്ലാം ഈ ബസ്സിൽ കയറി പോവാം കേട്ടോ. എല്ലാവരുടെയും പെയിൻറ്റ് ബക്കറ്റ് സംഭവങ്ങളും. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരായിരുന്നു. എല്ലാവരുടെയും ഇതുപോലെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടോ നോക്കിയേ. അയ്യോ, ഈ സ്റ്റേഷൻ കച്ചറ കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുമാതിരി എന്തോ ഒരു ബാഡ് വൈബ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 വീഡിയോ കാണും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷൻ്റെ ബിൽഡിങ്ങൊക്കെ നല്ല വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. പ്ലാറ്റ്ഫോം 1 ആവാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. സ്റ്റേഷൻ ഞാൻ വിചാരിച്ചതിലും വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 8 ആണോ? ഇത് പ്ലാറ്റ്ഫോം നമ്പർ 8 അല്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 1 അപ്പുറത്തെങ്ങാണ്ട. ഇവിടെ ഇരിക്കുന്ന ലോക്കൽ ട്രെയിൻ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ 8 പ്ലാറ്റ്ഫോം ഉള്ള ഒരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഈ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ 6 പേര് പ്ലാറ്റ്ഫോം കയറി. ഇവിടെ മൊത്തം യാർഡാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ വണ്ടികൾ മെയിൻ്റനൻസ് ചെയ്യുന്ന യാർഡ് കണ്ടോ. സ്റ്റേഷൻ കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചതിലധികം വൃത്തിയുണ്ട് കേട്ടോ. ഇതിലും കച്ചറയാണ് പ്രതീക്ഷിച്ചത്. ഇത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ വരുന്നൊരു സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ 2 സോണുണ്ട്, ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. അപ്പോൾ ഈ നമ്മൾ പോകുന്ന ഭാഗമൊക്കെ എല്ലാം സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. നമുക്ക് എന്തായാലും ഇവിടെ പ്ലാറ്റ്ഫോം 1-ലിരിക്കാം. ഈ വണ്ടിയുണ്ട്, ഇത് ചർലപ്പള്ളി ഉണ്ടല്ലോ, ചർലപ്പള്ളിന്ന് ഷാലിമാർക്ക് പോകുന്ന ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് കേട്ടോ. നമ്മുടെ വെസ്റ്റ് കോസ്റ്റില്ല, അതേപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. ഈ ഷാലിമാർ പറയത്തില്ലേ, ഷാലിമാർ ഇവിടെ അടുത്താണ് കേട്ടോ. ഇവിടുന്ന് ഈ സന്ത്രാഗച്ചിന്നാണ് ഷാലിമാർക്കുള്ള ലൈൻ തിരിയുന്നത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഷാലിമാർക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി ഇവിടുന്ന് 5:55 വിടേണ്ടതാണ്. ഇപ്പോൾ സമയം 5:20 കഴിഞ്ഞു. ഇതിലായിട്ട് റേക്ക് വന്നിട്ടില്ല. റേക്ക് ഇവിടെ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലായിട്ടും ഇവിടെ ആൾ പോലും വന്നിട്ടില്ല. ഇനി വേറെ വല്ല പ്ലാറ്റ്ഫോമാണെന്ന് വന്നിട്ടില്ല. അവിടെ 6 പറഞ്ഞത്, എഴുതി കാണിച്ച 6 റേക്ക് വന്നിട്ടില്ല. അറിയാമല്ലോ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ലേറ്റ് ആക്കാൻ മിടുക്കന്മാരായിട്ടുള്ളൊരു ആൾക്കാരാണ്. എല്ലാ വണ്ടിയും പിടിച്ച് ലേറ്റ് ആക്കും. ഒരാവശ്യമില്ല. നമ്മളന്ന് അരണയ്ക്ക് വന്നപ്പോൾ ശരിക്കും മനസ്സിലായതാണ്. ഈ സന്ത്രാഗച്ചിക്ക് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട് കേട്ടോ. ഇവരുടെ WP7, WP4 ലോക്കോസ് ഒക്കെയാണ് മിക്കപ്പോഴും നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്, സന്ത്രാഗച്ചിയുടെ ലോക്കോസ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സന്ത്രാഗച്ചിയുടെ ലോക്കോ ആയിരിക്കും മിക്കവാറും. ഇതൊക്കെയാണ് ടൈമിങ് കേട്ടോ. 5:55 വണ്ടി വിടേണ്ടത്. 5:55 ആകുമ്പോൾ കറക്റ്റ് കണ്ട് റേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. നോക്കി ഇജാതി ടൈമിങ്. ഇനി റേക്ക് ഇവിടെ വന്ന് ആളെ കയറ്റി തിത്തിത്താര കളിച്ച് വിടുമ്പോൾ 6-6:30 ആവും നോക്കിയോ. അതിന് മുന്നേ വിട്ടാ ഭാഗ്യം. ഭയങ്കര സ്പീഡിലാണ് വരുന്നത് കേട്ടോ. നോക്ക്, എന്തോ സ്പീഡാന്ന് നോക്കിയേ. അയ്യോ, നോവും, റേക്കിന് നോവും. അപ്പോൾ നമ്മുടെ സന്ത്രാഗച്ചി ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റിൻ്റെ ലോക്കോ ആണ് ഈ കാണുന്നത്. ടാറ്റാനഗർ ഷെഡിൻ്റെ ലോക്കോ ആണ്. ടാറ്റാനഗറിൻ്റെ 30-558 അതാണ് ലോക്കർ നമ്പർ കേട്ടോ. ഭയങ്കര സ്പീഡാണ് നോക്കിയേ. അടിച്ച് പറത്തി വരുന്നത് കേട്ടോ. എന്തോ അല്ലേ, ഇത്രയും നേരമായിട്ട് ഒരു കൂസലില്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നു ഇവന്മാർ കേട്ടോ. AC എക്സ്പ്രസ് ബൈ വീക്ക്ലി സന്ത്രാഗച്ചി ചെന്നൈ. ദുരന്തോട് SLR ആണല്ലോ. നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിലാണ്, വിശാഖപട്ടണത്ത് നിന്ന് ഏറ്റവും ബാക്കിലായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച് A1. എനിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് സൈഡ് അപ്പർ ബെർത്താണ്. നല്ല കോച്ചാണ് കേട്ടോ. ICFൻ്റെ കോച്ചാണ്, അതാണ് ഇത്ര അടിപൊളി കേട്ടോ. ഇതാണ് എൻ്റെ ബെർത്ത്, സൈഡ് അപ്പർ ബെർത്ത്. കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം, പില്ലോ കവർ വരെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. നമ്മുടെ ലോക്കോ എന്തായാലും നല്ല കിടൽ ലോക്കോ ആണ്, ടാറ്റാനഗറിൻ്റെ ലോക്കോ ആണ്. അപ്പോൾ ഈ ലോക്കോ വിശാഖപട്ടണം വരെ കാണത്തുള്ളൂ കേട്ടോ. വിശാഖപട്ടണത്തിൽ ലോക്കോ റിവേഴ്സിലുണ്ട്. വിശാഖപട്ടണത്തിൽ രാവിലെ ഓൺ ടൈം ആണെങ്കിൽ 7 മണിക്ക് എത്തും, അല്ലെങ്കിൽ ലേറ്റ് ആവും കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ലേറ്റ് ആവുന്നു, കാരണം ഇതിപ്പോൾ തന്നെ വിട്ടിട്ടല്ലേ, ഇപ്പോൾ തന്നെ 6:15 ആവാറായി. അപ്പോൾ വിശാഖപട്ടണം വരെ ഈ ലോക്കോ ആണ്. അവിടെ നിന്ന് പിന്നെ മിക്കവാറും വല്ല റോയപുരത്തിൻ്റെ വല്ല ലോക്കോ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ലോക്കോ കാണാൻ കൊള്ളാം, അടിപൊളി ലോക്കോ. നമ്മുടെ വണ്ടിയിൽ കോച്ചിൻ്റെ വാഷ്റൂം ഒന്ന് നോക്കട്ടെ, അതിനി എങ്ങനെ ഉണ്ടോ എന്തോ. കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട്, കഴുകിയിട്ടിട്ടുണ്ട്. എൻ്റെ താഴെ RACക്കാരാണ്. RACക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. 47 ആണുള്ള താഴെ സൈഡ് ലോറ്. സൈഡ് അപ്പറാണ് എൻ്റെ 48. അങ്ങനെ 24 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ സന്ത്രാഗച്ചി ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റ് സന്ത്രാഗച്ചിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. 6:19. 5:55 എടുക്കേണ്ട വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല 6:15 കഴിയുന്നു കേട്ടോ. ഇനി ഇത് പോകുന്ന വഴിക്കാണ്. ഇതിന് എപ്പോഴും തേപ്പ് കിട്ടുന്നതാണ്. എപ്പോഴും 2-3 മണിക്കൂർ വണ്ടി ലേറ്റ് ആവാറുണ്ട്. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇന്നെങ്ങനെയാണ് പോകുന്നതെന്ന്. വണ്ടി എടുത്തപ്പോൾ തന്നെ നല്ല വീഡിയോയിലാണ് വിടുന്നത് കേട്ടോ.
ഫുൾ RICക്കാരാണ്, കുറേ RICക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ഖടഗ്പൂർ ജംഗ്ഷനിലാണ് കേട്ടോ. നമ്മുടെ MS ധോണി TT ആയിട്ട് ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഖടഗ്പൂർ. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. വണ്ടി ഇപ്പോൾ 130 പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ ഔട്ടർ വരെ 130 സ്പീഡ് വണ്ടിയുടെ. നമ്മുടെ ഈ AC സൂപ്പർ ഫാസ്റ്റിന് 3 വണ്ടിയായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഒന്ന് മുംബൈ CSMT ഹാവട ദുരന്തോ, പൂനെ ഹാവട ദുരന്തോ, പിന്നെ SMVT ബംഗളൂരു ഹാവട AC സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഇത് ദുരന്തമായിട്ട് പോകുന്ന റേക്കാണ്. നല്ല സർവീസാണ് അവിടെ. ഇതിലും ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വന്ന് പറയണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ വന്നിട്ട് എല്ലാം റൂം ഫ്രഷറൊക്കെ അടിച്ച് ഹിറ്റൊക്കെ അടിച്ചിട്ട് നല്ല സർവീസാണ്. പില്ലോ കവർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ടവൽ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ച് നല്ല സർവീസാണ്. ഇതിലും കോച്ചാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാണ്. പക്ഷേ ഇത് ഓൺ ടൈം ഓടിയാൽ മതി. നമ്മളിപ്പോൾ ഒരു 3/4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആണ്. രാത്രിയിലാണ് ഇത് ലേറ്റ് ആവാൻ ചാൻസ് കൂടുതൽ. കാരണം നമ്മൾ ഈ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ കുറച്ച് കഴിയുമ്പോൾ കയറും. അപ്പോൾ ഇവർ ചറപറ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അറിയാമല്ലോ. നമ്മൾ നാരായണ എക്സ്പ്രസ്സിൽ ഇപ്പോൾ കണ്ടതാണ്, ലേറ്റാക്കി വിടും. അപ്പോൾ രാവിലെ വിശാഖപട്ടണം എത്തിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ധൻബാദ് ആലപ്പുഴ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മളിപ്പം ഖടഗ്പൂർ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണിത്, ഖടഗ്പൂർ ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. നേരെ പോയാൽ ടാറ്റാനഗർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത് ഭുവനേശ്വർ ഭാഗത്തേക്ക്. ഭുവനേശ്വരൊക്കെ നട്ടപ്പാരേക്കാണ് എത്തുന്നത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊൽക്കട്ടയിൽ നിന്ന് ഈ ഖടഗ്പൂർ വരെ നല്ല വണ്ടിത്തിരക്കായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് പല വഴിക്ക് വണ്ടി സ്പ്ലിറ്റായി പോകുന്നതുകൊണ്ട് പിന്നെ ഒന്ന് തിരക്ക് കുറയും. എന്നാലും നമ്മൾ പോകുന്ന വഴിക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അതുകൊണ്ട് ഈ വരുന്നൊരു വന്ദേ ഭാരതാണ്. അത് നല്ല ലേറ്റാണ് ആ വന്ദേ ഭാരത് കേട്ടോ. പുരിയിൽ നിന്ന് ഹാവടയ്ക്ക് പോകുന്ന വന്ദേ ഭാരതാണ് ആ പോകുന്ന വഴിക്ക്. ഓറഞ്ച് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരതിന് പോലും പ്രയോറിറ്റി കൊടുക്കാത്തൊരു സോണാണ് ഈ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. ഇതിപ്പം 1 മണിക്കൂർ കൂടുതൽ ലേറ്റ് ആയിട്ടാണ് ഈ സാധനം ഇപ്പോൾ ഓടുന്നറിയോ. പുരി ഹാവട വന്ദേ ഭാരത്. ഒഡീഷയിലെ പുരിയില്ല, അവിടെ നിന്ന് വരുന്ന. ഖടഗ്പൂർ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ആൾ കയറുന്നുണ്ട്. ചന്ദ്രാഗച്ചിന്ന് കയറി ഒരു 60% ഫുള്ളായി. ബാക്കി 40% തന്നെ ഇവിടെ കയറുന്നുണ്ട്. ഈ കയറുന്നവരിൽ മോസ്റ്റ്ലി എല്ലാവരും ഈ അതിഥി തൊഴിലാളികളാണ് കൂടുതലും കേട്ടോ. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ടല്ലോ, എൻ്റെ ഫേവററ്റ് ക്രിക്കറ്ററാണ്. പുള്ളി TT ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഷനാണ് ഈ ഖടഗ്പൂർ ജംഗ്ഷൻ. നമ്മുടെ വണ്ടി ഇവിടെ എത്തുന്നത് തന്നെ ഒരു 55 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഇനി എന്താണ് അവസ്ഥയിൽ ഒരു പിടിയില്ല കേട്ടോ. എങ്ങനെയാലും വിശാഖപട്ടണം ആയാലും പറയാൻ പറ്റത്തുള്ളൂ. ഖടഗ്പൂർ ഇലക്ട്രിക് ലോക്കോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ കുറേ ഗുഡ്സ് ലോക്കോസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വലിയ ഡിലേ ഇല്ല, നമ്മൾ വിട്ടു കേട്ടോ. 8:17 ആയപ്പോൾ നമ്മൾ ഖടഗ്പൂറിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ബാലാസോറാണ്, അഥവാ ബാലേശ്വർ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ റണ്ണിങ് ടൈം വളരെ കുറവാണ്. കാരണം നല്ല ഹൈ സ്പീഡ് സെക്ഷനാണ്. 130 kmph ആണ്. അപ്പോൾ 1 മണിക്കൂർ ചിൽവാനേ കൊടുത്തിട്ടുള്ളൂ. 100 കിലോമീറ്റർ പ്ലസ് ഓടാൻ വേണ്ടി പോരെ. നമ്മുടെ വണ്ടിയിൽ RPFR ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ സന്ത്രാഗച്ചിന് കയറിയവർ ഇവിടെ ഖടഗ്പൂരായപ്പോൾ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അടുത്ത സെറ്റ് ആൾക്കാർ കയറിയിട്ടുണ്ട്. അവർ മിക്കവാറും ബാലാസോർ അല്ലെ അതിനപ്പുറം വരെ ഉണ്ടാവും. അതുകൊണ്ട് സീനില്ല. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജാലേശ്വർ എന്നൊരു സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കി കൊണ്ടിട്ട് ഏതോ ഒരു വണ്ടി ഓട്ടോടിക്കാൻ പോവാണ്. എന്നിട്ട് പച്ച കിടക്കുന്നുണ്ടോ? ഞാൻ നോക്കിയപ്പോൾ ഒരു ഷാലിമാർ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റാണ്. അത് 8:15 വിശാഖപട്ടണം എത്തുന്നത്. ഇത് 7 മണിക്ക് എത്തേണ്ടതാണ്. നിങ്ങൾ ഇത് നോക്കണേ, ആ ത്വര നോക്കണേ ഓവർടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അത് താമസിച്ചെത്തേണ്ട വണ്ടിയാണ്. അത് 1/4 മണിക്കൂർ ലേറ്റ് ഉണ്ട്. ഇത് 1 മണിക്കൂർ ലേറ്റ് ഉണ്ട്. എന്നിട്ട് അതിനെ കയറ്റി വിടാൻ എന്ത് ആർത്തിയാണ് നോക്കണേ. എന്തോ കൺട്രോളിങ് ആണോ എന്ത് ഇവിടെയൊക്കെ. നല്ല മികച്ച കൺട്രോളിങ് ആണ് കേട്ടോ. ഈ നമ്മുടെ വണ്ടിക്ക് വലിയ സ്റ്റോപ്പൊന്നുമില്ല. അത് പയ്യെ എത്തിയാൽ മതി. എന്നിട്ട് ഈ വണ്ടീനെ പിടിച്ച് തേക്കുന്നു. എന്തോ പരിപാടിയൊക്കെ നോക്കണേ. ഈ വണ്ടി ഇപ്പോൾ 1 മണിക്കൂർ ഡിലേ ഉള്ളൂ. ഇത് ഓടിപ്പിടിച്ച് 7 മണി 7:30 ആകുമ്പോൾ ഇത് വിശാഖപട്ടണം എത്താം. അത് 8:15 എൻ്റെ വിശാഖപട്ടണം സമയം. എന്നിട്ട് അതിനെ കയറ്റി വിടാൻ ധൃതി. എന്തോ പറയാനാ. സിഗ്നൽ കൊടുത്ത് നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും അടുത്ത തേപ്പ് വിട്ടു വന്നോ അറിയത്തില്ല. നമ്മളിപ്പോൾ ബാലാസോർ എത്തിയിരിക്കുകയാണ്. ബാലാസോർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് കേട്ടോ. നമ്മളങ്ങനെ ഒഡീഷ സംസ്ഥാനത്ത് കയറി. ഇവിടെ എത്തുന്നത് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിക്ക് നല്ല തേപ്പ് ഇടുന്നുണ്ട് ഇപ്പം തന്നെ.
8:40 എത്തേണ്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത് 10:11 ആയപ്പോഴാണ്. വേറെ ഏതോ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഏതോ വണ്ടി കൊൽക്കത്ത ഭാഗത്തേക്ക് പോകുന്ന ഏതോ വണ്ടി കേട്ടോ. നമ്മളെ ഈ താഴോട്ട് സൗത്തിലോട്ട് പോകുന്നതോറും തണുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് ഭാഗ്യത്തിൽ. ഇത്രയും ദിവസമൊക്കെ നല്ല തണുപ്പായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. നാളെ രാവിലെ നമുക്കറിയാൻ പറ്റും നമുക്ക് ചെന്നൈയിൽ നിന്നുള്ള കണക്ഷൻ വണ്ടിയെ ധൻബാദ് ആലപ്പുഴ കിട്ടുമോ. അത് രാത്രി ഇവരെന്തൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ രാവിലെ കാണാം. സുപ്രഭാതം. നമ്മുടെ AC സൂപ്പർഫാസ്റ്റ് ഇപ്പോൾ വെറും 5 മണിക്കൂർ ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു വൃത്തികെട്ട റൂട്ടിട്ട് ദൈവമേ സത്യം പറയാമല്ലോ ഭ്രാന്ത് പിടിക്കും. ഇന്നലെ നമ്മൾ ഓട്ടോയ്ക്ക് അടിച്ചു പോയ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ 4.5 മണിക്കൂർ ലേറ്റാണ്. ആ വണ്ടി എല്ലാ സ്റ്റേഷനിലും കൊണ്ട് ചവിട്ടുന്നു, ഈ വണ്ടി എല്ലാ സ്റ്റേഷനിലും കൊണ്ട് ചവിട്ടുന്നു. ആ വണ്ടിയുടെ തൊട്ട് പുറയാണ് നമ്മളുള്ളത്. പിന്നെ എന്തിനാണോ ഓട്ടോയ്ക്ക് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ആ വണ്ടിയുടെ മുന്നിൽ വേറെ വണ്ടി ഒന്നുമില്ലേ, ഗുഡ്സ് ഉണ്ടായാലേ ഉള്ളൂ. വേറെ വണ്ടിയെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എന്ത് പറയാനാ പറ. അപ്പോൾ നമ്മുടെ ധൻബാദ് ആലപ്പുഴ മിക്കവാറും മിസ്സാവും. പൈസയും പോന്നു നിൽക്കും ഇങ്ങനെ പോയാൽ. 5 മണിക്കൂർ ലേറ്റാണ്. എങ്ങനെ എത്താണ്ട് രാത്രി 11:00 ഒന്നും എത്തൂല ചെന്നൈ. അല്ല ബെസ്റ്റ് കൺട്രോളിങ് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ കുമ്മാൻ എന്നൊരു സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കിൽ ഒതുക്കിയിരിക്കുകയാണ്. ഭുവനേശ്വറിന് വിശാഖപട്ടണം പോകുന്ന വന്ദേ ഭാരത് വരുന്നുണ്ട്. അത് കയറി ഓട്ടോയ്ക്ക് അടിക്കാൻ വേണ്ടി പോരെ. വന്ദേ ഭാരത് 11 മണിക്കാണ് വിശാഖപട്ടണം എത്തുന്നത്. അപ്പോൾ നമ്മൾ 11 മണി കഴിഞ്ഞേ എത്തത്തുള്ളൂ. അപ്പോൾ ധൻബാദ് കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഇനി നാളെ രാവിലെയുള്ള പട്ന എറണാകുളം കിട്ടും എന്തായാലും. ശുഭം. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ് ഈ പണി തരുന്നത് നമുക്ക്. എപ്പോഴുള്ള പരിപാടിയാണ്. ഈ ഭുവനേശ്വറിലെ വിശാഖപട്ടണം വേരസ്മേ ട്രെയിനിൽ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. എല്ലാ വണ്ടിയും 3-4 മണിക്കൂർ ലേറ്റാണ്. അറിയോ, ഇതുപോലൊരു വൃത്തികെട്ട ഒരു സോൺ വേറെ ഇല്ല. ഈസ്റ്റ് കോസ്റ്റ് ആണ് ഈ വണ്ടി ലേറ്റ് ആക്കുന്നത്. ഈസ്റ്റ് സെൻട്രൽ എല്ലാം കൊണ്ടും മോശമാണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയും വണ്ടി ലേറ്റ് ആക്കാൻ മിടുക്കന്മാരാണ്. ഈ 2 സോണും ഈ ഗുഡ്സ് കാരണമാണ് ഈ വണ്ടി മെയിനായിട്ട് ലേറ്റ് ആവുന്നത്. പിന്നെ ഈ അനാവശ്യമായിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത ടൈപ്പ് കൺട്രോളിങ്ങും നമുക്ക് ദേഷ്യം വരും. അറിയോ, ഭയങ്കര കാമം കഴിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടുത്തൊന്നും വീടുകളോ അങ്ങനെ ഒന്നുമില്ല. ഈ റൂട്ടിൽ കൂടെ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് പകൽ പോകാൻ പറ്റി കേട്ടോ. എനിക്കിത് ലേറ്റ് ആവുമെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് ലേറ്റ് ആവുമെന്ന് കരുതിയില്ല. ഞാൻ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോൾ മാക്സിമം 2-2.5 മണിക്കൂറൊക്കെ ലേറ്റ് ആവാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും പണി പറ്റിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ഈ റൂട്ടിൽ അങ്ങനെ അധികം സ്റ്റോപ്പൊന്നുമില്ല. ഇപ്പോൾ ബ്രഹ്മപൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തറായി. അവിടെ പിന്നെ ശ്രീകാകുളം റോഡ്, ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് കുടുതാർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് വിജയനഗരം ജംഗ്ഷനിലാണ്. അതായത് ഒരു 400 കിലോമീറ്റർ അടുപ്പിച്ച് നോൺ സ്റ്റോപ്പ് റണ്ണ് പോകേണ്ട വണ്ടിയാണ്. അതാണ് ഈ മറ്റേ ആ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റിന് പുറകെ ടൂരിട്ടുന്നത്. അതിനാകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം സ്റ്റോപ്പുണ്ട് ആ വണ്ടിക്ക്. എന്ത് പൊട്ട കൺട്രോളിങ് എന്നറിയോ. ആ വണ്ടിക്ക് അവിടെ ഇവിടെ എല്ലാം സ്റ്റോപ്പുണ്ട്. അത് പയ്യെ എത്തിയാൽ മതി വിശാഖപട്ടണം. അതാണ് ഇതിനെക്കാട്ടും ലാസ്റ്റ് എത്തേണ്ട വണ്ടിയാണത്. അത് 4.5 മണിക്കൂർ ലേറ്റ്, ഇത് 5 മണിക്കൂർ ലേറ്റ് പോരെ. എന്ത് പറയാൻ, നമ്മൾ ഇവർക്കിത് കയറ്റി വിടുക ചെയ്യൂല. ഇതിനാണ് സ്റ്റോപ്പില്ല. ആരോട് എന്ത് പറയാൻ. റെയിൽ മതത്തിൽ ഞാൻ കംപ്ലയിൻറ്റ് ഇട്ടു പഞ്ച്വാലിയുടെ കാര്യം പറഞ്ഞ്. ഇൻകൺവീനിയൻസ് കോസ്റ്റ് ഈസ് ഡീപ്ലി റിഗ്രറ്റഡ്. ഈ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ല. അതാണ് ഈ മെയിൻ പ്രശ്നം. ഈ ബ്രഹ്മപൂർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന സ്റ്റേഷൻ ഒഡീഷയിലെ ഒരു മെയിൻ ഒരു സിറ്റിയാണ് കേട്ടോ ബ്രഹ്മപൂർ. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും സ്റ്റോപ്പുണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല കേട്ടോ. നമ്മളിവിടെ സ്കിപ്പ് ചെയ്യണം. കണ്ട വന്ദേ ഭാരതിന് അവരുടെ സ്റ്റോപ്പുണ്ട്. എന്നിട്ടും അവരുടെ ഇത് നോക്കണേ,
എന്ത് പറയാനോ നോക്ക്. ഇനിയിപ്പോൾ ആകെ രക്ഷ ധൻബാദ് ലേറ്റ് ആവണം. ധൻബാദ് ഇപ്പം വലിയ ഡിലേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധൻബാദിൻ്റെ ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ സ്റ്റോപ്പുണ്ട്, റണ്ണിങ് ടൈം അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് അതിനെ എവിടെയെങ്കിലും വെച്ച് ലേറ്റ് ആക്കിയാലേ ഇതിനി കയറിപ്പോകാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അടുത്തെത്താൻ പറ്റത്തില്ല. എന്നാലേ എനിക്ക് കിട്ടത്തുള്ളൂ. കിട്ടിയില്ലേ അടുത്ത ദിവസം രാവിലെ പോകാം, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഒഡീഷ സംസ്ഥാനത്ത് നിന്ന് നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി വൈകിട്ട് വരെ ആന്ധ്രാപ്രദേശ് ആയിരിക്കും. ഞാൻ റെയിൽ മദത് വഴി ഒരു കംപ്ലയിൻറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഇന്ന ട്രെയിൻ ലേറ്റ് ആണ്, ഇന്ന വണ്ടിയുടെ പുറയാണ് പോകുന്നത്, മാക്സിമം പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് കംപ്ലയിൻ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. കംപ്ലയിൻ്റ് ഇടുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ഒരു ഫോഴ്സ് കൂടും. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് കംപ്ലയിൻ്റ് ഇടാനല്ലേ പറ്റത്തുള്ളൂ, വേറെ നമുക്ക് മാർഗ്ഗമൊന്നുമില്ലല്ലോ. അപ്പോൾ മാക്സിമം കംപ്ലയിൻ്റ് ഇട്ട് അവരെ വെറുപ്പിക്കുക, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. സംസ്ഥാനം മാറിയെങ്കിലും സോൺ ഇപ്പോഴും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ തന്നെയാണ്. വിശാഖപട്ടണം വരെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ സോണൊക്കെ മാറുന്നത്. നമ്മുടെ ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. ശരിക്കും വിശാഖപട്ടണം വിടേണ്ട സമയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു 250 കിലോമീറ്റർ ബാക്കിൽ എപ്പോഴും പോരെ. ധൻബാദ് ആലപ്പുഴ ഇപ്പം വിജയനഗരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു 200 കിലോമീറ്റർ അടുപ്പിച്ച് മുന്നിലാണ്. അത് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് റെയിൽ മധ്യത്തിൽ നിന്ന് വീണ്ടും റിപ്ലൈ തന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കൊടുത്തപ്പോഴേക്കും അവരൊരു ഓട്ടോ ജനറേറ്റർ റിപ്ലൈ തന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് കൊടുത്തപ്പോഴേക്കും അവരൊരു മാനുവൽ റിപ്ലൈ തന്നു. അതായത് കുർദാറോഡ് ഡിവിഷനിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് കാരണം ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. വർക്ക് നടക്കുന്ന കാരണം പ്രീ പ്ലാൻഡ് സേഫ്റ്റി ഓപ്പറേഷൻ, പിന്നെ ഓപ്പറേഷൻ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയാണ്ട് തട്ടിവിട്ടിട്ടുണ്ട്. വർക്ക് നടക്കുന്ന കാരണമാണ് ലേറ്റ് ആയത്. പിന്നെ എൻ്റെ വണ്ടി അവിടെ നിന്ന് വിടാൻ ലേറ്റ് ആയതൊരു കാരണമാണ്. 1/2 മണിക്കൂർ ലേറ്റ് ആയുള്ളൂ. അത് പഞ്ച്വാലിറ്റി അഫക്റ്റ് ചെയ്തെന്ന് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇട്ട്. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരൊരു മാനുവൽ റിപ്ലൈ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. ഈ റെയിൽ മദത് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ റെയിൽ വൺ എടുത്താൽ മതി. അതിനകത്ത് കയറി നമ്മുടെ കാര്യം പറഞ്ഞാൽ അവർ നമുക്ക് റിപ്ലൈ തരാൻ അവർ ബാധ്യസ്ഥരാണ്. റിപ്ലൈ തന്നില്ലെങ്കിൽ പറ്റില്ല, റിപ്ലൈ തരാൻ അവർ അർഹരാണ്. അപ്പോൾ റിപ്ലൈ തരണവർ, അതാണിപ്പോൾ റിപ്ലൈ തന്നത്. നേരത്തെ ഓട്ടോ ജനറേറ്റർ റിപ്ലൈ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ മാനുവൽ റിപ്ലൈ ആണ് എഴുതി തന്നത്. എനിക്കിവിടെ ഒരു സൈഡ് ലോർ കിട്ടി. ഇവിടെ ആരും ഇല്ലാതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു, ഓംലെറ്റ് കേട്ടോ. നമ്മളിപ്പോഴും ആ വിശാഖപട്ടണം സൂപ്പർഫാസ്റ്റിൻ്റെ പുറകിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചവിട്ടുന്നത്. നോക്കിയേ, അത് തൊട്ട് മുന്നിലുണ്ട്. തൊട്ട് മുന്നിലെന്ന് വെച്ചാൽ തൊട്ട് മുന്നിലത്തെ സ്റ്റേഷനിൽ അതുണ്ട്. എന്നാൽ അത് ഇത് കയറ്റി വിടും, അതില്ല. അത് ജന്മത്ത് ചെയ്യുമല്ലോ കേട്ടോ. അതിനകത്ത് വല്ല VIP കേട്ടോ മിക്കവാറും, എനിക്ക് അങ്ങനെ തോന്നുന്നത്. നേരത്തെ ആ വന്ദേ ഭാരത് ഇല്ലായിരുന്നോ, ആ വന്ദേ ഭാരതും ഇതേപോലെ കുറേ നേരം വിശാഖപട്ടണം സൂപ്പർഫാസ്റ്റിൻ്റെ പുറകിലിട്ട് ഉരുട്ടി. ലാസ്റ്റ് നമ്മൾ ഈ കിടക്കുന്ന സ്റ്റേഷനിൽ വെച്ചാണ് അതിന് ഓവർടേക്ക് കൊടുത്തത്. എന്നിട്ട് ആ വന്ദേ ഭാരത് പോയി കഴിഞ്ഞിട്ട് ഇതിവിടെ നിർത്തിയിട്ടിട്ട് വന്ദേ ഭാരതിൻ്റെ പുറകിൽ ആ സൂപ്പർഫാസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് 3 വലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അറിയോ. നമ്മുടെ വണ്ടി ഇപ്പോൾ 4.25 മണിക്കൂർ ലേറ്റായിട്ട് ഇവിടെ ശ്രീകാകുളം റോഡിൽ വന്ന് ചവിട്ടിയിരിക്കുകയാണ്. തൊട്ട് മുന്നിൽ മറ്റേ ആ വിശാഖപട്ടണം സൂപ്പർഫാസ്റ്റ് ഉണ്ട്. ജന്മത്തെ അതിൻ്റെ മുന്നിൽ കയറുമല്ലോ കേട്ടോ. അതിങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനും കൊണ്ട് ചവിട്ട് പോയി പറ്റി. അതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് എങ്ങനെയാണ് വണ്ടി ലേറ്റ് ആവുന്നത്? ഇപ്പോൾ മനസ്സിലായോ? എല്ലായിടത്തും കൊണ്ട് ചവിട്ടും, അവിടെ ഒരു 10 മിനിറ്റ് പോവും. ഇങ്ങനെ എല്ലായിടത്തും ചവിട്ടിയാണ് ഈ വണ്ടി ലേറ്റ് ആവുന്നത്.
വണ്ടി ഇപ്പം എന്തോ ഭാഗ്യത്തിന് ശകലം ഡിലേ കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ പോകുന്നുണ്ട്. വലിയ പിടിച്ചിടലൊക്കെ ഒന്നും ഇല്ല. ഇപ്പോഴും 4.5 മണിക്കൂർ ഡിലേ ഉണ്ട്. ധൻബാദ് വിശാഖപട്ടണത്ത് കിടക്കുകയാണ്. ധൻബാദ് 1.5 മണിക്കൂർ ലേറ്റാണ് എന്തോ ഭാഗ്യത്തിന്. ധൻബാദ് വിശാഖപട്ടണത്ത് നിന്ന് വിട്ടിട്ടില്ല, പയ്യെ വിട്ടാൽ മതി. ധൻബാദും നമ്മളും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 100 കിലോമീറ്റർ താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശാഖപട്ടണത്ത് എത്തിയിട്ട് വലിയ പണി കിട്ടാണ്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കൂടുതലൊന്നും ലേറ്റ് ആവാതെ വിട്ടാൽ ഓവർടേക്ക് അടിക്കും. ധൻബാദിന് ഓവർടേക്ക് അടിക്കും വണ്ടി. അങ്ങനെയാണ് കിട്ടിയാൽ മതി. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കണക്കൂട്ടലുകളാണ്. ഇത് എപ്പോൾ എത്തും, എത്ര മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണക്കൂട്ടലൊന്നും പിഴയ്ക്കായിരുന്നാൽ മതി. ഇത് നല്ല ഹൈ സ്പീഡ് റൂട്ടാണ് കേട്ടോ. ഒരു പാലം കണ്ടോ, ഹൈ സ്പീഡ് റൂട്ടാണ്. ഫുള്ള് 130. അതായത് വണ്ടി കോൺസ്റ്റൻ്റായിട്ട് പോവുകയാണെങ്കിൽ, പിടിക്കാതെ പോവുകയാണെങ്കിൽ 130 താഴത്തില്ല. കോൺസ്റ്റൻറ്റ് 130. എനിക്കൊന്നും ഡൽഹി റൂട്ടിൽ പോലും ഇങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. വിടാതെ 130 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റ് ചവിട്ടുന്ന പോലും ഇല്ല, അതുപോലെ സ്പീഡാണ്. നല്ല റൂട്ടാട്ടോ, എന്തായാലും നല്ല ഹൈ സ്പീഡ് റൂട്ടാണ്. പക്ഷേ ഈ വണ്ടി ഡിലേ ഒന്നാണ് മെയിൻ പ്രശ്നം. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വെളുപ്പിനെ 3 മണിക്കായിരുന്നു. ഇപ്പോൾ വേണ്ട അടുത്ത സ്റ്റോപ്പ് വേണ്ട 10 മണിക്കാണ് കേട്ടോ. 7 മണിക്കൂറായിട്ട് എനിക്ക് തോന്നുന്നു ആ കുടുതാ റോഡിൽ നിന്ന് കയറിയ ക്രൂ ആയിരിക്കും മിക്കവാറും വിശാഖപട്ടണം വരെ. അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഷറൊന്നും ആലോചിച്ച് ഒന്നാമതും ഡിലേ ആയതോടുകൂടി ഇവരുടെ വർക്കിംഗ് ടൈമും കൂടി. അപ്പോൾ അതനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഇവിടെ വിജയനഗരം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ചേ ഉള്ളൂ വിശാഖപട്ടണം. അയ്യോ സമാധാനമായി. കുറച്ചിപ്പോൾ ഓടിപ്പിടിച്ച് വരുന്നുണ്ട്, എന്താകുമോ എന്തോ ഇനി. ആ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റ് മുന്നിലുള്ളതുകൊണ്ട് ഇത് ഔട്ടറിൻ്റെ അവിടെ, ഔട്ടറല്ല, അതിന് മുന്നേ ഒരു ക്യാബിൻ പോലെ ഉണ്ട്. അതായത് മറ്റേ ധൻബാദ് ആലപ്പുഴയൊക്കെ വരുന്ന ലൈനില്ല, ആ ലൈനിൻ്റെ അവിടെ ഒരു ക്യാബിനുണ്ട്. അവിടെ പിടിക്കാൻ പോവാണ്. മറ്റേ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റ് വിജയനഗരം ജംഗ്ഷനിൽ കയറിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ ഔട്ടറിൽ പിടിച്ചിട്ടേക്കുവാണ്. വേണ്ട ആ വരുന്നത് തിരുച്ചിറപ്പള്ളിന്ന് ഹാവടയ്ക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ. അതവിടെ നിന്ന് ഡിപ്പാർട്ടായിട്ടിങ്ങ് വരിക. ഈ വിജയനഗരം ജംഗ്ഷനിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ലൈനാണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ ധൻബാദ് ആലപ്പുഴയും ടാറ്റാനഗർ എറണാകുളം ഒക്കെ വരുന്ന ലൈനാണ്. ഈ തിത്തലാക്കട് ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് വരുന്ന ലൈനാണത് കേട്ടോ. അപ്പോൾ അത് ആലയിങ്ങ് വന്ന് ഇവിടെ വന്ന് ചേരും വിജയനഗരം ജംഗ്ഷനിൽ. അലുമിന കൊണ്ടുപോകുന്നൊരു ഗുഡ്സ് ട്രെയിനാണ് കാണുന്നത് കേട്ടോ. അലുമിന ആദിത്യ ബിർളയുടെ കേട്ടോ, കിൻഡാൽകോ. നാല് മണിക്കൂർ 40 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് വിജയനഗരം ജംഗ്ഷനിൽ. ഇനി ഇവിടെ നിന്നൊരു 1 മണിക്കൂർ മതി ശരിക്കും വിശാഖപട്ടണം. ഇവരിനി എപ്പോൾ കയറ്റുമെന്നൊന്നും അറിയത്തില്ല വിശാഖപട്ടണത്ത്. ഇപ്പോൾ 10:20 സമയം. അപ്പുറത്ത് വന്ന് കയറുന്ന ട്രെയിന് വിശാഖപട്ടണത്ത് നിന്ന് വിട്ടതാണ്. വിശാഖപട്ടണത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സമത എക്സ്പ്രസ് ആണ് കേട്ടോ. അതാണ് അവിടെ വരുന്നത്. നമ്മുടെ വണ്ടി ഇതിനായിട്ടും വിട്ടിട്ടില്ല. വിട്ട് ട്രാക്കിൽ പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം നോക്കി. ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ.
എന്തോ ചെയ്യും ഇവിടെ, എന്താണെന്ന് അറിയത്തില്ല. മെറ്റലൊക്കെ എടുത്തിട്ടേ എന്താണെന്ന് അറിയത്തില്ല സംഭവം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഓരോ ഡീസൽ ലോക്കൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട്, ഇത് വിശാഖപട്ടണത്തിൻ്റെ ഒരു WDG4D ആണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. കുറേ ലോക്കം ഇവിടെ കാണാൻ പറ്റും ഡീസൽ. നമ്മളെവിടെ വിശാഖപട്ടണത്തിന് മുമ്പ് സിംഹാചലം നോർത്ത് എന്നൊരു സ്റ്റേഷനുണ്ട്. അവിടെ ലൂപ്പ് ട്രാക്കിൽ ഒതുക്കുവാണ്. അവിടെ വിശാഖപട്ടണം സ്റ്റേഷനിൽ തിരക്കായതുകൊണ്ട് വണ്ടികളെല്ലാം ഇങ്ങനെ വാല കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 11:05. അപ്പോൾ ഇവിടെ മെയിൻ ട്രാക്കിൽ നമുക്ക് ഇത്രയും നേരം പണി തന്ന ആ വണ്ടി ആ വണ്ടി കണ്ട് എടുത്തു കേട്ടോ, കാണിക്കാവേ. ആ വണ്ടിയാണ് നമുക്ക് ഇത്രയും നേരം പണി തന്ന മറ്റേ ഷാലിമാർ വിശാഖപട്ടണം സൂപ്പർ ഫാസ്റ്റ്. നമ്മളും ധൻബാദ് ആലപ്പുഴ തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു 100 കിലോമീറ്റർ താഴെ ഗ്യാപ്പ് വെച്ച് പോയാൽ മതി. കാരണം ഇത് വേഗം അങ്ങ് പൊക്കോളും. പോയാൽ മതി. ആർക്കറിയാം എന്തോ ചെയ്യുമെന്ന്. ഇനി വിശാഖപട്ടണംകാർ വിടുന്ന പോലെ ഇരിക്കും ഇനി. ഇതിപ്പോൾ എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് വട്ടായതാണോ അറിയത്തില്ല. വിശാഖപട്ടണം ഹോം സിഗ്നലൊക്കെ കിടപ്പുണ്ട് കയറാൻ വേണ്ടിയിട്ട്. പോരെ നമ്മൾ കണ്ട് കയറുക സ്റ്റേഷനിലേക്ക്. ഈ അമൃതഭാരതിൻ്റെ ഒരു ലോക്കോ തന്നെ ഇവിടെ ഊരിക്കിടക്കുന്നത്. ഇതെന്താണിത്? അഴുക്കായി പോയതാണോ എന്തോ ആർക്കറിയാം. ലോക്കോ വേണ്ട. ഇനി ഇതാണോ നമ്മുടെ ലോക്കോ? ഇനി നമ്മൾ 11:26 ആവാറായപ്പോഴാണ് ഇവിടെ കയറുന്നത് വിശാഖപട്ടണം ജംഗ്ഷനിൽ. ഇവിടെ നിന്ന് ഇനി ഏത് ലോക്കോ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ലോക്കോ ഷെട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രിപ്പ് ഷെട്ടോ ലോക്കോ ഷെട്ട് എന്തോ ആണ് ഇവിടെ. ട്രിപ്പ് ഷെട്ടാണ് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രിപ്പ് ഷെട്ട് എന്തോ ആണ് ഇവിടെ വിശാഖപട്ടണത്തുള്ളത്. അതുപോലെ ലോക്കോസാണോ എനിക്ക് എന്തോരാ നോക്ക്. എല്ലാം വിജയവാഡ ലാലാഗുഡയൊക്കെ ആയിരിക്കും. പിന്നെ ബംഗാളിൽ നിന്ന് വരുന്ന വണ്ടികളുടെയൊക്കെ കുറേ ഹാവടയും പിന്നെ സന്തരാഗച്ചി സിലിഗുഡിയൊക്കെ ഉണ്ടാവും. പിന്നെ റോയപുരം ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാം എന്തോരം നോക്കി കിടക്കുന്നത് ചവറ കണക്കിനാണ് കണ്ടോ. എൻ്റെ ദൈവമേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പുറകിലുണ്ട് വാല. ഇത് കണ്ടോ? അയ്യോ, ഇവിടെ കുറേ എണ്ണം വീണ്ടും കിടപ്പുണ്ട്. ഇതിൽ ഏത് ലോക്കമാണ് നമുക്ക് വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ കയറി വരിക. എല്ലാം ഓണായി കിടക്കുക കേട്ടോ. അത് കണ്ടോ, ലൈനപ്പ് കണ്ടോ, ലൈനപ്പ്. എൻ്റെ ദൈവമേ. പിന്നെ ഇവിടെ സ്റ്റേഷനിലും കാണും കുറേ എണ്ണം. ഇവിടെ നിന്ന് നേരെ ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല, അവിടെ എൻഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇവിടെ ലോക്കോ റിവേഴ്സ് ഉണ്ട്. ആ ലോക്കോ റിവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലോക്കോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ലോക്കോ ആയിരിക്കും കൊടുക്കുന്നത്, ഈ ലോക്കോ ആയിരിക്കത്തില്ല. അപ്പോൾ ഏത് ലോക്കോ നമുക്കിനി ഇറങ്ങിയിട്ട് നോക്കണം. നമ്മൾ 11:28 ഇവിടെ കയറുന്നത്. 12 മണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സമയം ഇവിടെ നിന്ന് വിടുന്നത്. അതിന് മുന്നേ വിട്ട ഭാഗ്യം. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇവിടെ കിടക്കും സാധാരണ എല്ലാ വണ്ടികളും. കാരണം നമ്മളെ നേരത്തെ ഓവർടേക്ക് അടിച്ച് പോയാൽ പുരി അല്ലല്ലോ, ഭുവനേശ്വർ വിശാഖപട്ടണം വന്ദേ ഭാരതാണ് കിടക്കുന്നത്. നമ്മൾ രാവിലെ 7 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. എത്തുന്നത് രാവിലെ 11:30. അതായത് 4.5 മണിക്കൂർ ലേറ്റ്. പോരെ വിശാഖപട്ടണത്തിൽ നിന്ന് അവരെ കൊടുത്ത ലോക്കോകൾ കണ്ടോ? അമൃതഭാരതിൻ്റെ WP5 നമ്മൾ നേരത്തെ കണ്ട ലോക്കോ ഇല്ല, അത് തന്നെ. എൻ്റെ ദൈവമേ, ഇത് പൊളിച്ചു കേട്ടോ. ഭയങ്കര റയറ് കിടു. ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. WP5 അവിടെ അമൃതഭാരതിൻ്റെ പൊളി. ഇത് എന്തായാലും പൊളിച്ചു കേട്ടോ, നൈസ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നോക്കിയായിരുന്നു. അതായത് ഈ ലോക്കം മറ്റേ താമ്പരം തിരുവനന്തപുരം അമൃതഭാരതം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഫെയിലായി എങ്ങനെ ഇവിടെ വന്നതാണ്. എന്നിട്ട് ഇവർ തിരിച്ച് അങ്ങോട്ടേക്ക് വിടാനുള്ള പരിപാടിയാണ്. അതാണ് ആ ചെന്നൈ വണ്ടിക്ക് വിട്ടത്. നമ്മുടെ വണ്ടി ചെന്നൈക്കല്ലേ പോകുന്നത്, അപ്പോൾ ചെന്നൈക്ക് വിടാനുള്ള പരിപാടിയാണ് ഇത്, ഈ ലോക്കോ. അതാണ് അവർ ഈ ലോക്കോ നമ്മുടെ വണ്ടിക്ക് വിട്ടത്. അതാകുമ്പോൾ നേരെ ചെന്നൈക്ക് അങ്ങ് പോകുമല്ലോ. ഇനി ഫെയിലാവായിരുന്നാൽ മതി പോകുന്ന വഴിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. എന്തായാലും ഇത് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, ഈ ഒരു സാരി ഇവിടെ നിന്ന് വിടുന്നത്. സാധാരണ ഇവർ റോയപുരത്തിൻ്റെ ലോക്കോ ഒക്കെ ആയിരിക്കും വിടുന്നത്. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഇവരെന്തായാലും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കപ്ലിംഗ് ഒക്കെ ചെയ്തത്. ഇവിടെ ഭയങ്കര ശബ്ദം കേട്ടോ ഈ ട്രെയിൻ വരുന്നതിനെ പറ്റി ജനറേറ്റർക്കാരൻ്റെയും. അപ്പോൾ ലോക്കോ കപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി പാസിൽ കയറ്റിയ വണ്ടി വിടും. ഭയങ്കര ഫാസ്റ്റായിരുന്നു. പൊളിയല്ലേ? ആ ലോക്കോ അവർക്ക് ചെന്നൈക്ക് വിടണം. അതാണ് അവർ ആ ലോക്കോ ഈ വണ്ടിയോട് വിട്ടത്, വേറെ ഒന്നുമല്ല. എന്തായാലും കൊള്ളാം. ഭയങ്കര ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ സാധാരണ ഏതെങ്കിലും WP7 പ്രതീക്ഷിച്ചത്.
WP5 അതും അമൃത് ഭാരതില്ലേ കിടു. നമ്മുടെ AC സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് AC ആണ് കാണുന്നത് കേട്ടോ. H1 പഴയ ദുരന്തോടെ ഏതാ കോച്ചാണോ, പഴയ കോച്ചാണ്, 2019 പഴയ ദുരന്തോയ്ക്ക് ഏതോ ഓടിക്കൊണ്ടിരുന്ന കോച്ചാട്ടോ. കൊള്ളാം. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആവാറായി. ലോക്കോ കപ്ലിംഗ് ഒക്കെ 11:45 കഴിയാണ്. ഇപ്പോൾ 12:20 ആവാറായി. 12:17 ഇപ്പോഴും വിട്ടിട്ടില്ല കണ്ടോ. ഒറ്റ വണ്ടി വരാനുമില്ല പോകാനുമില്ല. എന്തോ കാണിക്കുവാണോ എന്തോ ദൈവമേ. ഇവിടെ വന്നിട്ട് കറക്റ്റ് 1 മണിക്കൂർ ആവാറായപ്പോഴാണ് നമ്മുടെ വണ്ടി ഇട്ടത്. 12:24. ഇനിയിപ്പോൾ പുറകിൽ ഏണ്ട ഒരു വണ്ടി വരുന്നുണ്ട്, അതിന് കയറി പോകുന്നൊന്നും അറിയത്തില്ല. ധൻബാദ് ആലപ്പുഴ ഇപ്പോൾ 100 കിലോമീറ്റർ പ്ലസ് നമ്മളെ കണ്ട് മുന്നിലാണ്. ഇത് മിഷൻ ധൻബാദ് ആലപ്പുഴ എന്ന് വേണേൽ പറയേണ്ടി വരും കേട്ടോ. അതുപോലത്തെ പോക്കാണിത്. അങ്ങനെ നമ്മൾ അമൃത് ഭാരത് WP5 ആയിട്ട് നമ്മുടെ ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് വിശാഖപട്ടണത്ത് നിന്ന്. ഇത് നമ്മളവിടുത്തെ ഷൊർണൂർ ജംഗ്ഷൻ്റെ ബാക്കിയാണ് കേട്ടോ. എന്തുവാ അല്ലേ, ഇത് കുറച്ചൊക്കെ വണ്ടികൾക്ക് ഇവിടെ ബൈപ്പാസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈപ്പാസിനവിടെ നല്ലൊരു സ്റ്റേഷനൊക്കെ പണിതിട്ടേ ഇതുമ്മ ഇവിടെ വന്നിട്ട് എന്തോരം സമയമാണ് ഈ ലോക്കോ റിവേഴ്സൽ എന്ന് പറഞ്ഞ് കളയുന്നത്. നോക്കി എല്ലാ വണ്ടികളും ഇത് തന്നെ അവസ്ഥ. ഈ വിശാഖപട്ടണം കയറി പോകുന്ന വണ്ടികളുടെ എല്ലാ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ വന്ന ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പോക്കാം. പിന്നെ ഈ ലോക്കമാണ് നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നത് കേട്ടോ, ടാറ്റാ നഗറിൻ്റെ. അപ്പം അതവിടെ കിടക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി നല്ല കളർഫുള്ളാണ്. ഇത് നോക്കിയേ, എല്ലാം ഉണ്ടല്ലോ. ഹംസഫർ, ദുരന്തോ, എല്ലാ സാധനവും ഉണ്ടോ കണ്ടോ. അതൊരു കൊള്ളാം കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ 5 മണിക്കൂർ 7 മിനിറ്റ് ലേറ്റാണ് കേട്ടോ. എന്താ അല്ലേ, ഇനി ഏത് കാലത്ത് എവിടൊക്കെ എത്തുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി തിരിച്ച് ധൻബാദ് ആലപ്പുഴ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമ്മളെക്കാട്ടും ഏകദേശം ഒരു 140 കിലോമീറ്റർ മുന്നിലാണ് ധൻബാദ് ആലപ്പുഴ. ഒരു പിടിയില്ല. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുക. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെന്തായാലും നോക്കാം എന്തായാലും, അല്ലെങ്കിൽ നാളെ രാവിലെ പട്നയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.